മുന്നോട്ട് വന്നാൽ ഞാൻ ഇയാളെ കൊല്ലും. Hey, no! You be here. I'll handle this. ഇത് ആശ്രമമാണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഇവിടെ കയറരുത്. കേറിയാൽ ശിക്ഷ മരണം. അതാണ് ദുർഗയുടെ കൽപ്പന. നീയല്ലേ ഇവരെ 3 പേരെയും കൊന്നത്? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. സന്യാസിയാണ് ഞാൻ. കാമക്രോധ മോഹാദികളെ ജയിച്ചവൻ. അങ്ങനെ വേണം എന്നെ അഭിസംബോധന. അങ്ങ് അടിച്ചതിന്റെ മോന്തേ കാണാൻ വേണ്ട. ത്രികാലജ്ഞാനികളാണ് സന്യാസിമാർ. അവരെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങ് തന്നെയല്ലേ ഈ കൊലപാതകങ്ങൾ നടത്തിയത്? അതെ, ഞാനാണ്. ദുർഗ എന്നോട് കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു. കലിയുഗത്തിനുള്ളിലെ അന്തർയുഗം. അതിനുള്ള സമയമായിരിക്കുന്നു. സർവനാശം, അതാണ് വിധി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മണ്ണും വായുവും ജലവും മലിനമാക്കുന്നവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ ദുർഗ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഓഫീസർ, നിങ്ങൾ പറഞ്ഞില്ലേ 3 പേർ? കൃഷ്ണൻ നമ്പ്യാരും സുലൈമാൻ സാഹിബും ദാമോദരൻ കർത്തയും. അവർ മാത്രമല്ല, സമസ്ത ജാതി മനുഷ്യരിലും പെട്ട പാപികളെയും ഞാൻ നിഗ്രഹിക്കും. 14 നരകങ്ങളുടെ വാതിലുകളും തുറന്നു കഴിഞ്ഞു ഓഫീസർ.
യാത്ര പോകാൻ ഒരുങ്ങിക്കോളൂ. വൈകാതെ നിങ്ങളും എന്റെ നിയോഗത്തിന്റെ ഇരകളാവും. കൊല്ലാൻ ആവശ്യപ്പെടുന്ന ദൈവങ്ങൾ, അവരെ ഉപേക്ഷിച്ചൂടെ ദുർഗാദാസൻ? കാലം കരുണയല്ലേ ആവശ്യപ്പെടുന്നത്? കരുണ, കരുണ, കരുണ. എവിടെയുണ്ടത്? അവയവങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലമല്ലേ ഇത്? ഇല്ല, ഇനി സംഹാരമാണ് പരിഹാരം. എന്നെ ബന്ധിച്ചുകൊണ്ടൊന്നും അതിന്റെ രൗദ്രത കുറയാൻ പോകുന്നില്ല. ദുർഗയുടെ ഭക്തന്മാർ അവർ ഇനിയും വരും, കാറ്റായും മഴയായും കടലായും അഗ്നിയായും. എന്നിട്ട് അധികാര കേന്ദ്രങ്ങളുടെ മകടുകൾക്ക് മേൽ നിറയും. തകരുമെല്ലാം തകർക്കും. മേക്കാട, യെസ്, അറസ്റ്റ് രേഖപ്പെടുത്തിയേക്ക് ഇന്ന് തന്നെ. ശരി. വല്ല സൈക്യാട്രിസ്റ്റിനെ മറ്റോ വിളിച്ചൊന്ന് പരിശോധിപ്പിക്കണോ? എന്തിന്? തീവ്ര വിപ്ലവത്തിൽ നിന്ന് തീവ്ര ഭക്തിയിലേക്ക്. ഉള്ളിൽ കലാപം സൂക്ഷിക്കുന്നവന്റെ വഴികൾ എന്നും ഇത് തന്നെയാണ് മേക്കാടൻ. ഒന്നുകിൽ സന്യാസം അല്ലെങ്കിൽ വിപ്ലവം. അതിനിടയിൽ അപൂർവം ചിലർക്ക് ഇതുപോലെയുള്ള വിഭ്രമങ്ങൾ. ഡോക്ടറും മരുന്നൊന്നുമല്ല, വിശ്രമം. അതാണിപ്പോ അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹം വിശ്രമിക്കട്ടെ, മനസ്സ് ശാന്തമാകുന്നത് വരെ. ദുർഗാദാസന്റെ അറസ്റ്റിന് കാരണക്കാരി സൂസന്റെ മമ്മയാണ്. മമ്മ അവന്റെ ചിത്രം തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും അവനെ പിടിക്കാൻ കഴിയില്ലായിരുന്നു. താങ്ക്സ്. അപ്പന ആരൊക്കെയുണ്ട് വൈകിയെ കൂടാതെ? വൈകയെ കൂടാതെ വൈക മാത്രം. അമ്മയെ കണ്ട ഓർമ്മയില്ല. അച്ഛൻ തമിഴ്നാട് പോലീസിലായിരുന്നു, ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ പോലീസ്. ടു മച്ച് ഓഫ് ഡിസിപ്ലിൻ. ഇപ്പോ മരിച്ചു. വൈക തമിഴാ? തമിഴ്. അച്ഛൻ തമിഴ്, അമ്മ പാലക്കാട്. അതുകൊണ്ട് വൈകയ്ക്ക് നന്നായിട്ട് മലയാളം അറിയാം. വൈക നല്ല പേര് അല്ലേ മമ്മ? അതെ, മധുരയിൽ ഒഴുകുന്ന ഒരു നദിയുടെ പേരാ. നദി വറ്റ് വരണ്ട് കിടക്കുക. പക്ഷെ എന്റെ വൈക അങ്ങനല്ല, നിറഞ്ഞൊഴുകുകയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ട്.